എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. 3-ാം ചാപ്റ്ററായ സെലിസ്റ്റിയൽ ഷാഡോ സൈറ്റ്സിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്ലിപ്സിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും, ഗ്രഹണങ്ങൾ, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒബ്സേർവിങ് ദ എക്ലിപ്സ്. ഈ ഗ്രഹണങ്ങളെ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നമുക്ക് ദർശിക്കുന്നത് വളരെ അപകടകരമാണ്. അത് കണ്ണിനെ സാരമായി ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതിനാൽ ചില ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഈ ഗ്രഹണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ചിത്രത്തിൽ പലതരം സൂര്യചന്ദ്രഗ്രഹണങ്ങളെ ദർശിക്കുന്നതിനുള്ള മാർഗങ്ങൾ നൽകിയിരിക്കുന്നു. അവയെ നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയെന്ന് ഓരോന്നായി. ഫസ്റ്റ് മെത്തേഡ്, പിൻഹോൾ പ്രൊജക്ടർ യൂസിങ് എ ബോക്സ്. ഇവിടെ ഒരു പിൻഹോളും ഒരു ബോക്സും ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രഹണത്തെ കാണുന്നത്. ഇവിടെ ഒബ്സേർവർ ബോക്സിൻ്റെ പുറകിൽ നിന്നോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ഹോളിട്ടോ അതുവഴി കയറി നിന്നോ നോക്കിയാൽ എക്ലിപ്സ് കാണാൻ സാധിക്കും. അലൂമിനിയം ഫോയിലാണ് പിൻഹോളിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. പേപ്പർ കാർഡ്ബോർഡിൻ്റെ മുൻഭാഗത്ത് ഒട്ടിച്ച് അവിടെയാണ് നമ്മൾ സ്ക്രീനായി യൂസ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡ് ടെലിസ്കോപ്പ് യൂസ് ചെയ്താണ്. ഇവിടെ ടെലിസ്കോപ്പ് തിരിച്ചു വെച്ച് ഒരു കാർഡ്ബോർഡ് ഷെയ്ഡ് കോളർ അതിൻ്റെ ഇടയിൽ വെച്ച് പുറകിലൊരു സ്ക്രീൻ വെച്ച് നമ്മൾ ഗ്രഹണത്തെ വാച്ച് ചെയ്യുന്നു. ഇതും ഒരു എളുപ്പ മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എക്ലിപ്സ് വാച്ചിങ് യൂസിങ് സോളാർ ഗൂഗിൾസ്. ഇവിടെ അലൂമിനിയം ഫോയിൽ കണ്ണടകളിൽ ഒട്ടിച്ചിട്ട് നേരിട്ട് നമ്മൾ സൂര്യനെ നോക്കിയാണ് ഇവിടെ ദർശിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ കൂട്ടുകാർക്ക് വീട്ടിൽ നിർമ്മിക്കാവുന്ന ഒരു തരം മെത്തേഡാണ് സോളാർ ഗൂഗിൾസ്. ഒരു ഫ്രെയിം കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കി അതിൽ കണ്ണടയുടെ ഭാഗങ്ങളിൽ അലൂമിനിയം ഷീറ്റ് വെട്ടി ഒട്ടിച്ച് ഉപയോഗിക്കാം. സെലിസ്റ്റിയൽ ഷാഡോസ് എന്ന പാഠം ഒരു ചെറിയ വിവരണത്തിലൂടെ നമുക്കൊന്നുകൂടെ പഠിക്കാം. ലെസൺ ഇൻ ഷോർട്ട്. ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഒബ്ജക്ട്സ്. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. നെക്സ്റ്റ്, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്. ദ ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്. സുതാര്യ വസ്തുക്കൾ. ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു. അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ഒപ്പേക്ക് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപ്പേക്ക് ഒബ്ജക്ട്സ്. ചില വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്തവയാണ്. അവയെ നമുക്ക് അതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. അടുത്തത് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. അർദ്ധതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. വാട്ടർ ഈസ് എ ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ്. ജലം ഒരു സുതാര്യ ദ്രാവകമാണ്. അതുപോലെ തന്നെ എയർ ഈസ് ട്രാൻസ്പെറൻറ്റ് ഗ്യാസ്. വായു സുതാര്യ വാതകമാണ്. നെക്സ്റ്റ്, ഷാഡോസ്. വെൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ദ ഷാഡോസ് ആർ ഫോംഡ്. പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത്. ഓൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ്. അതാര്യ വസ്തുക്കളെല്ലാം നിഴലുകൾ ഉണ്ടാക്കുന്നു. The side opposite to the portion of light falls appears dark because the earth is opaque. ഭൂമി ഒരു അതാര്യമായതുകൊണ്ടാണ് പ്രകാശം പതിക്കുന്നതിന് മറുഭാഗം ഇരുണ്ടിരിക്കുന്നത്. The shadowy path of celestial spheres that revolve around the sun will always be in the direction opposite to the sun. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽ പാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിൽ ആയിരിക്കും. What is eclipse? Rarely does the shadow of one celestial object fall on another. It is eclipse. ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ
ചിലപ്പോൾ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാറുണ്ട്. ഇതിനെ നമുക്ക് ഗ്രഹണം എന്ന് വിളിക്കാം. നെക്സ്റ്റ്, സോളാർ എക്ലിപ്സ്. When the moon comes between the earth and sun in a straight line, the earth comes in the shadow of the moon. Then the shadow of the moon falls on the earth. The sun cannot be seen from the area where the shadow falls. This is solar eclipse. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയില്ല. ഇതാണ് സൂര്യഗ്രഹണം. അടുത്തത് ലൂണാർ എക്ലിപ്സ്. വെൻ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ദെൻ ദ മൂൺ കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത് ആൻഡ് വിൽ ബി ഇൻവിസിബിൾ. ദിസ് ഈസ് ലൂണാർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണം. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. അടുത്തത് എക്ലിപ്സ് വാച്ചിങ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, പിൻഹോൾ പ്രൊജക്ടർ ഓർ പിൻഹോൾ ക്യാമറ. സെക്കൻഡ് വൺ, ടെലിസ്കോപ്പിക് മെത്തേഡ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് കോൾഡ് സോളാർ ഗൂഗിൾസ്, സൂര്യ കണ്ണടകൾ. ഫസ്റ്റ് വർക്ക്ഷീറ്റ്. ഒബ്സർവ് ദ പിക്ചർ. ഹു ക്യാൻ സീ ദ ക്യാൻഡിൽ ലൈറ്റ് ത്രൂ ദ പൈപ്പ്. ഇവിടെ മീരയും ആദിലും ഒരു മെഴുകുതിരിയെ പൈപ്പിൽ കൂടെ നോക്കുന്നു. മീരയുടെ പൈപ്പ് നേരെയുള്ള പൈപ്പും ആദിലിൻ്റെ വളഞ്ഞ പൈപ്പുമാണ്. ഇതിൽ മെഴുകുതിരി കാണാൻ സാധിക്കുന്നത് മീരയ്ക്കാണ്. അതിൻ്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. വെളിച്ചം നേർരേഖയിലേ സഞ്ചരിക്കാറുള്ളൂ, വളഞ്ഞ രേഖയിൽ സഞ്ചരിക്കാറില്ല. ആക്ടിവിറ്റി 2. ഒബ്ജക്ട്സ് ഗിവൺ ബിലോ ആർ ലൈക്ലി ടു ബി എ ബി സി ഇൻ ദ പിക്ചർ. തന്നിരിക്കുന്ന പിക്ചറിൽ നോക്കി അവിടുത്തെ ഒബ്ജക്ട്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യത്തെ ഫിഗറിൽ ലൈറ്റ് പാസ് ചെയ്യും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഗ്ലാസ് ആണ് ലൈറ്റിനെ ഫുള്ളായി പാസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഗ്ലാസ്. സെക്കൻഡ് പാർഷ്യലി ആണ്. 2-3 റേ പാസ് ചെയ്യുന്നു, 2 എണ്ണം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്നത് ഓയിൽ പേപ്പർ. മൂന്നാമത്തെ അതിൽ വരുന്നത് വുഡാണ്. അവിടെ കംപ്ലീറ്റ്ലി തിരിച്ചു വരികയാണ്. അവിടെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ വുഡാണ് മൂന്നാമത്തെ ഇതിൽ വരുന്നത്. തേർഡ് ആക്ടിവിറ്റി, തന്നിരിക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനമനുസരിച്ച് ഏത് ഗ്രഹണമെന്ന് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തേനകത്ത് സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുന്നു. അപ്പോൾ ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ പതിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഗ്രഹണം ലൂണാർ എക്ലിപ്സ് ആണ്. രണ്ടാമത്തെ ഫിഗറിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഇവിടെ ചന്ദ്രൻ്റെ നിഴലാണ് ഭൂമിയിൽ പതിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗ്രഹണം സോളാർ എക്ലിപ്സ് ആണ്. ഒന്നാമത്തെ ലൂണാർ എക്ലിപ്സ്, രണ്ടാമത്തെ സോളാർ എക്ലിപ്സ്. ലാസ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ഡൗൺ ദ 2 ways ടു സേഫ്ലി ഒബ്സർവ് എ സോളാർ എക്ലിപ്സ്. ഒരു സൂര്യഗ്രഹണം സുരക്ഷിതമായി കാണാനുള്ള 2 വഴികൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പിൻഹോൾ പ്രൊജക്ടർ, രണ്ടാമത്തെ സോളാർ ഗൂഗിൾസ്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ടെലിസ്കോപ്പിക് മെത്തേഡും ഇതിൽ എഴുതി ചേർത്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.